എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മുംബൈയിലെ ചരിത്രപ്രസിദ്ധമായ വാങ്ഖഡെ സ്റ്റേഡിയം വരും പതിറ്റാണ്ടുകളോളം ഓർമ്മിക്കപ്പെടുന്ന ഒരു ഇതിഹാസ ക്രിക്കറ്റ് പോരാട്ടത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. 2026 IPL-ലെ 41ാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ആദ്യം ബാറ്റ് ചെയ്യാൻ ധീരമായ തീരുമാനമെടുത്തപ്പോൾ വാങ്ഖഡെയിലെ പിച്ചിൽ ഇങ്ങനെയൊരു റൺ സുനാമി ആഞ്ഞടിക്കുമെന്ന് ഹൈദരാബാദ് ബൌളർമാർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മുംബൈയുടെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനിറങ്ങിയ റയാൻ റിക്കൾട്ടണും വിൽ ജാക്സും ആദ്യ ഓവർ മുതൽ തന്നെ വിശ്വവിജയിയായ പാറ്റ് കമ്മിൻസിന്റെ തന്ത്രങ്ങളെ തകർത്തെറിയാൻ തുടങ്ങി. കമ്മിൻസ് എറിഞ്ഞ ആദ്യ ഓവറിലെ അവസാന പന്തിൽ വിൽ ജാക്സ് ഒരു കിടിലൻ ബൗണ്ടറിയോടെ മുംബൈയുടെ അക്കൗണ്ട് തുറന്നു. എന്നാൽ അസൽ വെടിക്കെട്ട് ആരംഭിച്ചത് പ്രഫുൽ ഹിംഗെ പന്തെറിയാനെത്തിയ രണ്ടാം ഓവറിലായിരുന്നു. റിക്കൾട്ടൺ തന്റെ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഒരു തകർപ്പൻ പിക്കപ്പ് ഷോട്ടിലൂടെ പന്തിനെ ഡീപ്പ് മിഡ് വിക്കറ്റ് ഗാലറിയിലേക്ക് പറത്തിക്കൊണ്ട് തന്റെ സംഹാരരുദ്രമായ ഇരാദങ്ങളുടെ ശംഖുലി മുഴക്കി. അറബിക്കടലിന്റെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന വാങ്ഖഡെയുടെ പിച്ചിൽ വിൽ ജാക്സ് തന്റെ ബാറ്റിംഗിന്റെ ആ മാന്ത്രിക താളം കണ്ടെത്തിയപ്പോൾ മൈതാനത്തിന്റെ മുഖഛായ തന്നെ മാറിമറിഞ്ഞു. ജാക്സ് ഏതോ അജ്ഞാതമായൊരു ലോകത്തിന്റെ ലഹരിയിലാണെന്നും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്നുള്ള ഓരോ പ്രഹരവും സ്റ്റേഡിയത്തിൽ മറ്റുലിക്കൊള്ളുന്ന ഒരു രൗദ്ര സംഗീതമാണെന്നും തോന്നിപ്പിച്ചു. തന്റെ വിനാശകരമായ പദ്ധതിയുടെ ഭാഗമായി യുവ സ്പിന്നർ ഹർഷ് ദുബൈയുടെ ആദ്യ ഓവറിനെ തന്നെ ജാക്സ് ലക്ഷ്യമാക്കി. തുടർച്ചയായ 2 പന്തുകളിൽ അദ്ദേഹം പറത്തിയ നിർദ്ദയവും ഗഗനചുംബിയുമായ 2 സിക്സറുകൾ വാങ്ഖഡെയിലെ കാണികളെ ഭ്രാന്തമായ ആവേശത്തിലാഴ്ത്തി. മാത്രമല്ല, വെറും 4.1 ഓവറുകൾക്കുള്ളിൽ തന്നെ മുംബൈയുടെ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടിന് ശക്തമായ അടിത്തറ പാകുകയും ചെയ്തു. നേരെ സൈഡ് സ്ക്രീൻ ലക്ഷ്യമാക്കി ജാക്സ് നടത്തിയ ആ നിർഭയമായ ആക്രമണം സൺറൈസേഴ്സ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന്റെ മുഖത്തെ ചോര വറ്റിച്ചു. ഈ ചുഴലിക്കാറ്റിനെ എങ്ങനെ തടയുമെന്നറിയാതെ കമ്മിൻസിന്റെ നെറ്റിയിൽ ചിന്തയുടെ ചുളിവുകൾ വീണു. എന്നാൽ അനിശ്ചിതത്വങ്ങളുടെ ഈ കളിയിൽ ഹൈദരാബാദിന് ഒരു വിക്കറ്റ് അത്യന്താപേക്ഷിതമായിരുന്ന ആ നിമിഷത്തിൽ അവരുടെ യുവ സെൻസേഷൻ നിതീഷ് കുമാർ റെഡ്ഡി തന്റെ മായാജാലം തീർത്ത സ്വിംഗ് ബൌളിംഗിന്റെ വിസ്മയം പുറത്തെടുത്തു. 8ാം ഓവറിലെ ആദ്യ പന്തിൽ നിതീഷ് തന്റെ കൈക്കുഴയുടെ മാന്ത്രികതയിലൂടെ മനോഹരവും കൃത്യതയറിഞ്ഞതുമായ ഒരു ഔട്ട് സ്വിംഗർ എറിഞ്ഞു. അതിഗംഭീരമായി ബാറ്റ് ചെയ്യുകയായിരുന്ന വിൽ ജാക്സ് അവിടെ പൂർണ്ണമായും കബളിപ്പിക്കപ്പെട്ടു. പന്ത് ബാറ്റിന്റെ പുറം വിളിമ്പിൽ ഉരച്ചു പറന്നപ്പോൾ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ ഒരു ചീറ്റപ്പുലിയെപ്പോലെ കുതിച്ചു ചാടി ഒരു പിഴവും വരുത്താതെ ആ ക്യാച്ച് കൈപ്പിടിയിലൊതുക്കി. 46 റൺസ് എടുത്ത വിൽ ജാക്സിന്റെ ആ പ്രളയ സമാനമായ ഇന്നിംഗ്സ് അവസാനിച്ചപ്പോൾ ഉത്സവം തുടങ്ങിയതുപോലെ വാങ്ഖഡെ മുഴുവൻ വൻ കരഘോഷങ്ങളാൽ മുഖരിതമായി. പിന്നാലെ ബാറ്റിംഗിലെ യഥാർത്ഥ മാന്ത്രികനും T20 ക്രിക്കറ്റിലെ കിരീടം വയ്ക്കാത്ത രാജാവുമായ സാക്ഷാൽ സൂര്യകുമാർ യാദവ് മൈതാനത്തേക്ക് കാലെടുത്തുവെച്ചു. സ്കൈ തന്റെ ആദ്യ പന്തിൽ തന്നെ തനത് ശൈലിയിൽ ഒരു ക്ലാസിക് ബൗണ്ടറി പായിച്ചുകൊണ്ട് താനൊരു ചരിത്രം എഴുതാനുള്ള മൂഡിലാണെന്ന് സൂചന നൽകി. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ആരാധകരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ആ ഇന്നിംഗ്സ് അധികം നീണ്ടില്ല. പഴയകാല ബൌളിംഗ് പ്രതാപത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഹൈദരാബാദിന്റെ ഇഷാൻ മലിംഗ എറിഞ്ഞ അത്യന്തം മൂർച്ചയുള്ളതും കൃത്യതയറിഞ്ഞതുമായ ഒരു ബൗൺസർ സൂര്യകുമാർ യാദവിനെ അക്ഷരാർത്ഥത്തിൽ കുഴപ്പി. ആ ബൗൺസറിനെ പുൾ ചെയ്യാൻ ശ്രമിച്ച സൂര്യകുമാർ യാദവിന്റെ ബാറ്റിന്റെ മുകളിൽ തട്ടി പന്ത് ആകാശത്തേക്ക് ഉയർന്നു. അതിർത്തി വരമ്പിൽ കാത്തുനിന്ന അഭിഷേക് ശർമ്മ ഒട്ടും പതറാതെ ആ ക്യാച്ച് സുരക്ഷിതമായി കൈപ്പിടിയിലൊതുക്കി. വാങ്ഖഡെയിലെ സ്കൈ ആരാധകർ പെട്ടെന്ന് നിശബ്ദരായി. മുംബൈയുടെ ഏറ്റവും വലിയ 2 വിക്കറ്റുകൾ വീണതോടെ കളി ഒരു നിർണായക വഴിത്തിരിവിലെത്തി. മുംബൈയുടെ മേൽ സമ്മർദ്ദം പിടിമുറുക്കാൻ തുടങ്ങിയ ആ നിമിഷത്തിൽ ഇന്നിംഗ്സിന്റെ മധ്യഭാഗം പൂർണ്ണമായും ദക്ഷിണാഫ്രിക്കൻ കൊടുങ്കാറ്റായ റയാൻ റിക്കൾട്ടൺ സ്വന്തമാക്കി. ഒരു വശത്ത് പാറ പോലെ ഉറച്ചു നിൽക്കുകയുമല്ല, എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും റൺ റേറ്റ് 12-ൽ താഴെ പോകുന്നില്ലെന്ന് തന്റെ ആക്രമണോത്സഹ ശൈലിയിലൂടെ അദ്ദേഹം ഉറപ്പുവരുത്തി. തന്റെ സാങ്കേതിക തികവ് വിളിച്ചോതിക്കൊണ്ട് നിതീഷ് റെഡ്ഡിയുടെ ഒരു വേഗത പിടിച്ച പന്തിൽ തന്റെ ട്രേഡ് മാർക്ക് ഫ്ലിക്ക് ഷോട്ടിലൂടെ പന്ത് അതിർത്തി കടത്തിക്കൊണ്ട് റിക്കൾട്ടൺ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. അറബിക്കടലിന്റെ മുകളിൽ സൂര്യൻ അസ്തമിച്ചും വാങ്ഖഡെയിലെ കൂറ്റൻ ഫ്ലഡ് ലൈറ്റുകൾ പൂർണ്ണ ശോഭയോടെ തെളിഞ്ഞതോടെ റിക്കൾട്ടന്റെ പ്രഹരശേഷി കൂടുതൽ വിനാശകരവും നിർദ്ദയവുമായി മാറി. സ്പിന്നർ ഹർഷ് ദുബൈ എറിഞ്ഞ 12ാം ഓവറിനെ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പിച്ച് ചീന്തി. ആ ഓവറിൽ തുടർച്ചയായ 2 പടുകൂട്ടൻ സിക്സറുകൾ പറത്തിക്കൊണ്ട് ഇന്ന് വാങ്ഖഡെയുടെ തീരത്ത് റിക്കൾട്ടന്റെ നിയമങ്ങൾ മാത്രമേ വിലപ്പെടുകയുള്ളൂ എന്ന വ്യക്തമായ സന്ദേശം അദ്ദേഹം ലോകത്തിന് നൽകി. കളി പിരിമുറുക്കം നിറഞ്ഞ ഒരു സായാഹ്നമായി മാറുമ്പോൾ മറുവശത്ത് യുവതാരം നമാൻ ധീർ റിക്കൾട്ടന് ഉറച്ച പിന്തുണ നൽകി. സീനിയർ പങ്കാളിയോടൊപ്പം മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും ഓടിയും വലിയ ഷോട്ടുകൾ കളിച്ചും നമാൻ പുറത്തെടുത്ത കെമിസ്ട്രി ഹൈദരാബാദ് ബൌളർമാരുടെ മേലുള്ള സമ്മർദ്ദം ഒട്ടും കുറയാതെ കാത്തു. വളരെ ചെറുതെങ്കിലും അത്യന്തം നിർണായകമായ ആ ഇന്നിംഗ്സിനിടയിൽ പാറ്റ് കമ്മിൻസിന്റെ തന്ത്രങ്ങളെ ആകെ നിഷ്ഫലമാക്കുന്ന റോക്കറ്റ് വേഗതയിലുള്ള ചില സ്ട്രെയിറ്റ് ഡ്രൈവുകൾ നമാൻ ധീർ പായിച്ചു. ഇത് ഓരോ പന്തിലും ഫീൽഡിംഗ് മാറ്റാൻ കമ്മിൻസിനെ നിർബന്ധിതനാക്കി. മുംബൈ ഇന്ത്യൻസിന്റെ DNA-യിൽ ഇപ്പോഴുമുള്ള ആ പഴയ നിർഭയത്വം നമാന്റെ ബാറ്റിംഗിൽ നിന്ന് കാണാമായിരുന്നു.
എങ്കിലും ഒരു പിഴവും പൊറുക്കാത്ത ഈ കളിയിൽ പ്രഫുൽ ഹിംഗയുടെ ഒരു തന്ത്രപ്രധാനമായ സ്ലോവർ ബോൾ വായിച്ചെടുക്കുന്നതിൽ നമാൻ ധീറിന് ഒരു നിമിഷത്തെ പിഴവ് പറ്റി. പന്തിന്റെ വേഗത മനസ്സിലാക്കുന്നതിൽ വന്ന കാലതാമസം കാരണം ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ച അദ്ദേഹത്തിന്റെ ബാറ്റിന്റെ മുകളിൽ തട്ടി പന്ത് വായുവിൽ ഉയർന്നു. ഡീപ് മിഡ് വിക്കറ്റിൽ കാത്തുനിന്ന ഹർഷ് ദുബെ യാതൊരു അബദ്ധവും കൂടാതെ അത് പിടിയിലൊതുക്കി. നമാൻ ധീർ പവലിയനിലേക്ക് മടങ്ങിയെങ്കിലും അതിനു മുൻപ് തന്നെ മുംബൈക്ക് ഒരു കൂറ്റൻ സ്കോറിലേക്കുള്ള അവ്യക്തമല്ലാത്ത പാത അദ്ദേഹം റിക്കൾട്ടനോടൊപ്പം ചേർന്ന് വെട്ടിത്തുറന്നിരുന്നു. ഹൈദരാബാദ് ബൌളർമാർ ഇപ്പോൾ ശാരീരികവും മാനസികവുമായി പൂർണ്ണമായും തളർന്ന അസഹായരായി കാണപ്പെട്ടു. മൈതാനത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും മുംബൈ മുംബൈ എന്ന മന്ത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു. 15-ാം ഓവറിൽ വാങ്കഡെ കാത്തിരുന്ന ആ മാന്ത്രിക നിമിഷം വന്നെത്തി. 89 റൺസിൽ നിൽക്കുന്ന റിക്കൾട്ടനെ തടയാൻ അവസാന ആശ്രയമെന്ന നിലയിൽ കമ്മിൻസ് വീണ്ടും നിതീഷ് റെഡ്ഡിയെ പന്തേൽപ്പിച്ചു. എന്നാൽ ചരിത്രമെഴുതാൻ ഉറച്ചുവന്ന റിക്കൾട്ടൻ ആദ്യ പന്തിൽ തന്നെ ഒരു മനോഹരമായ ബൗണ്ടറി പായിച്ചു. തൊട്ടടുത്ത പന്തിൽ സർവ്വശക്തിയുമെടുത്തൊരു പുൾ ഷോട്ട്. പന്ത് നേരെ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലെ ഗാലറിയിലേക്ക് ആഴ്ന്നിറങ്ങി. ആ സിക്സറിന്റെ ആരവങ്ങൾക്കിടയിൽ അദ്ദേഹം 99 എന്ന സ്കോറിലെത്തി. ഓവറിലെ അവസാന പന്തിൽ സമർത്ഥമായ ഒരു സിംഗിൾ എടുത്തയച്ചതോടെ വായുവിൽ കുതിച്ചു ചാടി അദ്ദേഹം ആ നിമിഷം ആഘോഷിച്ചു. റിക്കൾട്ടൻ തന്റെ IPL കരിയറിലെ ആദ്യത്തെയും അവിസ്മരണീയമായ ഒരു സെഞ്ചുറി തികച്ചിരിക്കുന്നു. അതൊരു സെഞ്ചുറി മാത്രമായിരുന്നില്ല, ഹൈദരാബാദ് ബൌളർമാരുടെ മേലുള്ള അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ വിജയപ്രഖ്യാപനവും കൂടിയായിരുന്നു. സമുദ്രത്തിലെ തിരമാലകളെ പോലും നിശബ്ദമാക്കുന്ന തരത്തിൽ വാങ്കഡെ മുഴുവൻ റിക്കൾട്ടൻ റിക്കൾട്ടൻ എന്ന് ആർത്തു വിളിച്ചു. 15 ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡ് ഒരു കെട്ടുകഥ പോലെ തോന്നിപ്പിച്ചു. അതായത് 3-ന് 243, റൺ റേറ്റ് 12.07. അതേസമയം റിക്കൾട്ടന് കൂട്ടായി ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ ക്രീസിലുണ്ടായിരുന്നു. 16-ാം ഓവറിൽ പ്രഫുൽ ഹിംഗെ പന്തെറിയാനെത്തിയപ്പോൾ റിക്കൾട്ടൻ ഒരു ഭാഗ്യ ബൗണ്ടറിയോടെ അദ്ദേഹത്തെ വരവേറ്റു. ഹിംഗയുടെ ഒരു ബൗൺസറിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടുള്ള റിക്കൾട്ടന്റെ പുൾ ഷോട്ട് ബാറ്റിന്റെ മുകളിൽ ഉരച്ച് 4 റൺസായി മാറി. തൊട്ടടുത്ത പന്തിൽ ഹർദിക് പാണ്ഡ്യയും തന്റെ പവർ ഗെയിം തുടങ്ങി. ഒരു ഷോർട്ട് ബോളിൽ ഹർദിക് സർവ്വശക്തിയുമെടുത്ത് ബാറ്റ് വീശിയപ്പോൾ ബാറ്റിന്റെ അരികിലുരച്ച് പന്ത് ബൗണ്ടറി കടന്നു. അതേ ഓവറിലെ 4-ാം പന്തിൽ ഹിംഗയുടെ ഒരു ഫുൾ ടോസിനെ തികഞ്ഞ ക്രൂരതയോടെ മിഡ് വിക്കറ്റിന് മുകളിലേക്ക് ഗാലറിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഹർദിക് മുംബൈയെ 200 കടത്തി. 17-ാം ഓവറിൽ കമ്മിൻസ് തന്റെ വിശ്വസ്ത ആയുധമായ ഇഷാൻ മലിംഗയെ തിരികെ വിളിച്ചു. മലിംഗയുടെ യോർക്കർ ബൾ പ്രശസ്തമാണെങ്കിലും ഇന്ന് ഹർദിക് മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ള ബാറ്റിംഗിലായിരുന്നു. മലിംഗയുടെ ആദ്യ യോർക്കർ ശ്രമത്തെ മിന്നൽ വേഗത്തിൽ തിരിച്ചറിഞ്ഞ ഹർദിക് തന്റെ പിൻകാലിലേക്ക് ഭാരം നേടി ലോങ് ഓൺ ബൗണ്ടറിക്ക് മുകളിൽ ഒരു അതികൂറ്റൻ സിക്സർ പായിച്ചു. ഇത് മലിംഗയുടെ ആത്മവിശ്വാസത്തെ പിടിച്ചുകുലുക്കി. എങ്കിലും അദ്ദേഹം കൃത്യമായ യോർക്കറുകൾ തിരിച്ചുവന്നു. ഇതേ ഓവറിൽ റിക്കൾട്ടനെതിരെ മലിംഗ എറിഞ്ഞ ഒരു ബൗൺസറിൽ ഹൈദരാബാദ് ശക്തമായി അപ്പീൽ ചെയ്യുകയും റിവ്യൂ എടുക്കുകയും ചെയ്തു. എങ്കിലും പന്ത് വളരെ ഉയരത്തിലായതിനാൽ അത് വൈഡാണെന്ന് തെളിഞ്ഞു. 19-ാം ഓവറിൽ യുവ ബൌളർ സാക്കിബ് ഹുസൈൻ ഹൈദരാബാദിന് അത്യന്താപേക്ഷിതമായിരുന്ന ആ ബ്രേക്ക് ത്രൂ നൽകി. വീണ്ടും ഒരു കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച് പിന്നിലേക്ക് ചരിഞ്ഞ ഹർദിക്കിന് സമനില നഷ്ടപ്പെടുകയും ബാറ്റിന്റെ മുകളിൽ തട്ടി ഉയർന്ന പന്ത് ലോങ് ഓഫിൽ ഹെൻറിച്ച് ക്ലാസൻ അനായാസം പിടിയിലൊതുക്കുകയും ചെയ്തു. ഹർദിക് പുറത്തായതോടെ വാങ്കഡയിൽ വീണ നിശബ്ദത വളരെ കുറച്ചു സമയം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. പകരമെത്തിയ തിലക് വർമ്മ നേരിട്ട ആദ്യ പന്തിൽ തന്നെ തന്റെ തനത് ശൈലിയിൽ ഒരു നിമിഷം പോലും വൈകാതെ പന്തിനെ ലോങ് ഓണിന് മുകളിലേക്ക് ഗാലറിയിലേക്ക് എത്തിച്ചുകൊണ്ട് റണ്ണൊഴുക്ക് കുറയില്ലെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഓവറിലെ അവസാന പന്തിൽ ഫ്ളാറ്റ് ബൗണ്ടറിക്ക് ശ്രമിച്ച തിലക്കിന് ആവശ്യത്തിന് ഉയരം ലഭിക്കാതെ വന്നപ്പോൾ വീണ്ടും ക്ലാസിന്റെ കൈകളിൽ സുരക്ഷിതമായി അവസാനിച്ചു. ഇന്നിംഗ്സിന്റെ അവസാന ഓവർ എറിയാനെത്തിയത് പ്രഫുൽ ഹിംഗയായിരുന്നു. ക്രീസിൽ സെഞ്ചുറി വീരൻ റിക്കൾട്ടനും യുവതാരം റോബിൻ മിൻസും. ഹിംഗയുടെ ആദ്യ പന്തിൽ മിൻസ് സിംഗിൾ എടുത്തു. ഇതിനിടയിൽ റിക്കൾട്ടനെ റണ്ണൌട്ട് ആക്കാനുള്ള ഒരു സുവർണ അവസരം ഹിംഗയ്ക്ക് ലഭിച്ചെങ്കിലും പരിഭ്രമം കാരണം പന്ത് ശരിയായി പിടിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ റിക്കൾട്ടന് ഒരു വലിയ ജീവൻ ലഭിച്ചു. ഈ പിഴവിനുള്ള ശിക്ഷ വളരെ വലുതായിരുന്നു. 5-ാം പന്തിൽ ലഭിച്ച ഒരു ജ്യൂസി ഫുൾ ടോസിനെ തന്റെ സർവ്വശക്തിയും എടുത്ത് നേരെ സൈഡ് സ്ക്രീനിന് മുകളിലേക്ക് 95 മീറ്റർ അകലത്തേക്ക് അടിച്ചകറ്റി. സ്റ്റേഡിയം മുഴുവൻ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ആർത്തലച്ചു. അവസാന പന്തിലും തന്റെ കൈക്കുഴയുടെ മാന്ത്രികത കാട്ടി പന്തിനെ തേർഡ് മാനിലൂടെ ബൗണ്ടറി കടത്തിക്കൊണ്ട് മുംബൈയുടെ സ്കോർ 5-ന് 243 എന്ന ഹിമാലയൻ ലക്ഷ്യത്തിലെത്തിച്ചു. 55 പന്തുകളിൽ നിന്നും 19 ഫോറുകളും 8 ഗഗനചുംബിയമായ സിക്സറുകളും അടക്കം 123 റൺസുമായി പുറത്തായ റിക്കൾട്ടൻ വാങ്കഡയിൽ ഒരു പുതിയ ഇതിഹാസം രചിച്ചു. അവസാന 5 ഓവറുകളിൽ മുംബൈ ഇന്ത്യൻസ് അടിച്ചെടുത്ത 62 റൺസ് ഹൈദരാബാദിന്റെ ബൌളിംഗ് നിരയെ അക്ഷരാർത്ഥത്തിൽ ചാരമാക്കിയിരുന്നു. 12.12 എന്ന അവിസ്മരണീയമായ റൺ റേറ്റ് വാങ്കഡയിൽ തീർത്തത് സമാനതകളില്ലാത്ത ഒരു ഭീതിയായിരുന്നു. എന്നാൽ മുംബൈ ഇന്ത്യൻസ് പടുത്തുയർത്തിയ 244 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം കണ്ടപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഒരു അത്ഭുതം വേണ്ടിവരുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ആ അത്ഭുതം ഇന്ന് ഓറഞ്ച് ജേഴ്സിയിലായിരുന്നു വാങ്കഡയിൽ ഇറങ്ങിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സിനായി ഓപ്പണർമാരായ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്ന് മുംബൈയുടെ സ്വപ്നങ്ങളെ അക്ഷരാർത്ഥത്തിൽ ചവിട്ടി അരയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് വാങ്കഡെ കണ്ടത്. ട്രെന്റ് ബോൾട്ട് എറിഞ്ഞ ആദ്യ ഓവറിലെ 2ാമത്തെ പന്തിൽ തന്നെ കവറിന് മുകളിലൂടെ ഒരു പടുകൂറ്റൻ സിക്സർ പറത്തിക്കൊണ്ട് അഭിഷേക് ശർമ്മ ഹൈദരാബാദിന്റെ നയം വ്യക്തമാക്കി.
ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളറായ സാക്ഷാൽ ജസ്പ്രീത് ബുംറയെ പോലും അവർ വെറുതെ വിട്ടില്ല. ബുംറയുടെ വേഗത കുറഞ്ഞ പന്തിനെ ലോങ് ഓണിന് മുകളിലൂടെ ഗാലറിയിലെത്തിച്ച അഭിഷേക് മുംബൈ ആരാധകരുടെ ഹൃദയമിടിപ്പ് കൂട്ടി. ബോൾട്ടിന്റെ അടുത്ത ഓവറിൽ ട്രാവിസ് ഹെഡ് എന്ന ഓസ്ട്രേലിയൻ കൊടുങ്കാറ്റ് വാങ്കഡയിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി. പോയിന്റിലേക്ക് ഹെഡ് അടിച്ചു കെട്ടിയ പന്ത് കൈപ്പിടിയിലൊതുക്കാൻ നമാൻ ധീർ നടത്തിയ ശ്രമം പരാജയപ്പെടുകയും പന്ത് അദ്ദേഹത്തിന്റെ കൈകളിൽ തട്ടി സിക്സറായി മാറുകയും ചെയ്തതോടെ ഹെഡിന്റെ സംഹാര താണ്ഡവത്തിന് തുടക്കമായി. അതേ ഓവറിൽ തന്നെ സ്വീപ്പർ കവറിന് മുകളിലൂടെയും ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെയും അദ്ദേഹം 2 ഗഗനചുംബിയായ സിക്സറുകൾ കൂടി പറത്തി. വാങ്കഡയിലെ നീലക്കടൽ പതുക്കെ നിശബ്ദമാകാൻ തുടങ്ങിയിരുന്നു. വിൽ ജാക്സ് പന്തെറിയാനെത്തിയപ്പോൾ വെറും 21 പന്തിൽ നിന്ന് ഹൈദരാബാദിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് 50 കടന്നു. ജാക്സിനെതിരെ ഹെഡും അഭിഷേകും ബൗണ്ടറികൾ മഴ പോലെ പെയ്യിച്ചു. സൈഡ് സ്ക്രീനിൽ ചെന്നടിച്ച അഭിഷേകിന്റെ ഷോട്ടിന് പിന്നാലെ ഹെഡ് പന്തിനെ ഗാലറിയിലേക്ക് അനായാസം തൂക്കിയെറിഞ്ഞു. അഫ്ഗാൻ സ്പിന്നർ ഗസാൻഫർ വന്നപ്പോഴും മുംബൈക്ക് യാതൊരു രക്ഷയുമുണ്ടായിരുന്നില്ല. നമാൻ ധീർ ഹെഡിനെ വീണ്ടും കൈവിട്ടു. ഈ ജീവൻദാനങ്ങൾ മുംബൈയെ എത്രത്തോളം വേട്ടയാടുമെന്ന് അപ്പോൾ അവർക്ക് ഊഹിക്കാമായിരുന്നു. ഗസാൻഫറിനെതിരെ ഇരുവരും ബൗണ്ടറികൾ കണ്ടെത്തിയതോടെ പവർ പ്ലേ മുംബൈയുടെ കൈകളിൽ നിന്നും പൂർണ്ണമായും വഴുതിമാറി. വിക്കറ്റ് വീഴ്ത്താമെന്ന പ്രതീക്ഷയോടെ ബുംറ വീണ്ടും പന്തെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിലൂടെ 199 മീറ്റർ നീളമുള്ള ഒരു കൂറ്റൻ സിക്സറാണ് ഹെഡ് അടിച്ചകട്ടിയത്. തൊട്ടു പിന്നാലെ ബുംറയുടെ സ്ലോവർ ബോൾ തിരിച്ചറിഞ്ഞ് ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ അഭിഷേകും ഒരു വിനാശകരമായ സിക്സർ നേടിയതോടെ പാറ്റ് കമിൻസിന്റെ പടയാളികൾ മത്സരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തു. അശ്വിനി കുമാർ എറിഞ്ഞ 7ാം ഓവറിൽ ഡീപ് കവറിന് മുകളിലൂടെ പന്ത് പറത്തിയപ്പോൾ ബൗണ്ടറി ലൈനിൽ നമാൻ ധീർ വീണ്ടും പരാജയപ്പെടുകയും ട്രാവിസ് ഹെഡ് വെറും 20 പന്തിൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു. തുടർന്നും ഹെഡിന്റെ ബാറ്റ് തീതുപ്പി. പോയിന്റിന് മുകളിലൂടെ സിക്സറും കവറിലൂടെ അതിവേഗ ബൗണ്ടറിയും പായിച്ച ഹെഡ് മുംബൈയുടെ ആത്മവിശ്വാസം തകർത്തെറിഞ്ഞു. ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ പന്തെറിയാനെത്തിയപ്പോൾ ഒരു മനോഹരമായ ഓൺ ഡ്രൈവിലൂടെ ഹെഡ് വീണ്ടും പന്ത് ഗാലറിയിലേക്ക് എത്തിച്ചു. എന്നാൽ 9ാം ഓവറിൽ ഗസാൻഫർ മുംബൈക്ക് വാങ്കഡെ കാത്തിരുന്ന ആ ബ്രേക്ക് ത്രൂ നൽകി. 24 പന്തിൽ നിന്ന് 4 ഫോറും 3 സിക്സറും അടക്കം 45 റൺസ് എടുത്ത അഭിഷേക് ശർമ്മ കൂറ്റലിടിക്കുന്നതിൽ പരാജയപ്പെട്ട് ബോൾട്ടിന്റെ കൈകളിൽ അവസാനിച്ചു. അടുത്ത പന്തിൽ തന്നെ ഹൈദരാബാദിന്റെ വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷനെ ക്ലീൻ ബൗൾഡാക്കി ഗസാൻഫർ വാങ്കഡയെ വീണ്ടും ആവേശത്തിലാഴ്ത്തി. തൊട്ടടുത്ത ഓവറിൽ 30 പന്തിൽ നിന്ന് 4 ഫോറും 8 പടുകൂറ്റൻ സിക്സറുകളുമടക്കം 76 റൺസ് എടുത്ത അപകടകരനായ ട്രാവിസ് ഹെഡിനെ ഹർദിക് പാണ്ഡ്യ വിൽ ജാക്സന്റെ കൈകളിൽ എത്തിച്ചപ്പോൾ മുംബൈ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചുവന്നെന്ന് എല്ലാവരും കരുതി. 3 മുൻനിര വിക്കറ്റുകൾ പെട്ടെന്ന് വീണത് ഹൈദരാബാദിനെ സമ്മർദ്ദത്തിലാക്കുമെന്ന് മുംബൈ ആരാധകർ വിശ്വസിച്ചു. എന്നാൽ ക്രീസിൽ ഒന്നിച്ച ഹെൻറിച്ച് ക്ലാസനും നിതീഷ് കുമാർ റെഡ്ഡിയും മുംബൈയുടെ ആ പ്രതീക്ഷകളെ നിഷ്കരണം തല്ലിക്കെടുത്തി. ഗസാൻഹറിനെതിരെ നിതീഷ് ഒരു ബൗണ്ടറി നേടിയപ്പോൾ ക്ലാസൻ അദ്ദേഹത്തിന്റെ ഭയാനകമായ ഫോം പുറത്തെടുത്തു. മിഡ് വിക്കറ്റിലൂടെ ബൗണ്ടറിയും പിന്നാലെ ബാക്ക് ഫുട്ടിൽ നിന്ന് ഒരു ഫ്ലാറ്റ് സിക്സറും പറത്തി ക്ലാസൻ ഗസാൻഫറിനെ വരവേറ്റു. അശ്വിനി കുമാറിന്റെ 12ാം ഓവറിൽ ക്ലാസൻ പുറത്തെടുത്തത് വിന്റേജ് ബാറ്റിംഗ് ആയിരുന്നു. തുടർച്ചയായ 4 ബൗണ്ടറികളാണ് ആ ഓവറിൽ പിറന്നത്. എക്സ്ട്രാ കവറിലൂടെയും ബൗളറുടെ തലയ്ക്ക് മുകളിലൂടെയുമെല്ലാം ക്ലാസൻ അനായാസം പന്ത് അതിർത്തി കടത്തി. ഹർദിക്കിന്റെ അടുത്ത ഓവറിലും ക്ലാസൻ അദ്ദേഹത്തിന്റെ ആക്രമണം തുടർന്നു. 14ാം ഓവറിൽ ജസ്പ്രീത് ബുംറ പന്തെറിയാനെത്തിയപ്പോൾ ക്ലാസൻ കളിച്ച ആ ഒരു ഷോട്ട് മതിയായിരുന്നു ഇന്നത്തെ ഹൈദരാബാദിന്റെ ആധിപത്യം മനസ്സിലാക്കാൻ. ബുംറയുടെ സ്ലോവർ ബോളിനെ ഫ്രണ്ട് ഫൂട്ട് ക്ലിയർ ചെയ്ത് ഇൻസൈഡ് ഔട്ട് ഷോട്ടിലൂടെ കവറിന് മുകളിലൂടെ അദ്ദേഹം പറത്തിയ സിക്സർ അവിശ്വസനീയവും അതിമനോഹരവുമായിരുന്നു. ഓവറിലെ അവസാന പന്തിൽ നിതീഷ് റെഡ്ഡി കൂടി ബുംറയെ ഡീപ് സ്ക്വയർ ലെഗിലൂടെ ബൗണ്ടറി കടത്തിയതോടെ 15 ഓവറിൽ ഹൈദരാബാദ് 3-ന് 200 കടന്നു. ക്ലാസനും നിതീഷ് കുമാർ റെഡ്ഡിയും ക്രീസിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമ്പോൾ 13.5 എന്ന റൺ റേറ്റിൽ കുതിക്കുന്ന ഹൈദരാബാദിന് വിജയലക്ഷ്യം വളരെ നിസ്സാരമായി കഴിഞ്ഞിരുന്നു. തുടർന്ന് മുംബൈ ഇന്ത്യൻസ് പടുത്തുയർത്തിയ ആ ചരിത്ര സ്കോർ തീർത്തും അപ്രസക്തമാക്കിക്കൊണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് വാങ്കഡയിൽ അനായാസ വിജയത്തിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു. മുംബൈ ബാറ്റർമാരുടെ ഓരോ പ്രഹരത്തിനും ആർത്തു വിളിച്ച വാങ്കഡയിലെ കാണികൾ ക്ലാസനും നിതീഷ് റെഡ്ഡിയും ചേർന്ന് വിജയത്തിന്റെ അവസാന ഘട്ടങ്ങൾ അനായാസം കടക്കുന്നത് അവിശ്വസനീയതയോടെയും നിശബ്ദതയോടെയും നോക്കി നിന്നു. ഇതൊരു വെറും റൺവേട്ടയായിരുന്നില്ല. മുംബൈയുടെ ബൌളിംഗ് കോട്ടയ്ക്ക് നേരെ ഓറഞ്ച് പട നടത്തിയ ഒരു നിർദ്ദയമായ ആക്രമണമായിരുന്നു. ഹിമാലയം പോലെ തോന്നിച്ച 244 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം ഹൈദരാബാദിന്റെ ബാറ്റിംഗ് ചൂടിൽ വെറുമൊരു മഞ്ഞുകട്ട പോലെ ഉരുകിയൊലിച്ചു. T20 ക്രിക്കറ്റിന്റെ ഈ വിനാശകരമായ ലോകത്ത് ഒരു സ്കോറും സുരക്ഷിതമല്ല എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് 2026-ലെ IPL-ലെ ഈ 41ാം മത്സരം ചരിത്രത്തിന്റെ താളുകളിൽ സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെടും. നീലക്കടലിന്റെ അലർച്ചകളെ പൂർണ്ണമായും ഇല്ലാതാക്കി പാറ്റ് കമിൻസും അദ്ദേഹത്തിന്റെ പടയാളികളും വാങ്കഡെ എന്ന മുംബൈയുടെ ഉരുക്കുകോട്ട ഒരിക്കൽ കൂടി തകർത്തെറിഞ്ഞിരിക്കുന്നു. അതെ, സ്വപ്നതുല്യമായ ഒരു തുടക്കം ലഭിച്ചിട്ടും തലകുനിക്കേണ്ടി വന്ന മുംബൈയുടെ നിരാശയ്ക്ക് മുകളിൽ ഈ രാത്രി സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ അധിനിവേശത്തിന്റേതായി മാറുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.